മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുന്നിൽ യുവാവിന്റെ പ്രതിഷേധം. സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മെഡിക്കൽ കോളേജ് ബോർഡ് മായ്ച്ചാണ് യുവാവ് പ്രതിഷേധിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം ബന്ധു മരിച്ച സംഭവത്തിൽ പരാതി നൽകിയിട്ട് ഫലം കാണാത്തതിനാലാണ് യുവാവിന്റെ വ്യത്യസ്ത രീതിയിലുള്ള ഈ പ്രതിഷേധം. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വ്യത്യസ്ത രീതിയിലുള്ള ഈ പ്രതിഷേധം നടത്തിയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഫലം കാണാനുള്ള ഒരു സാധ്യത നിലവിലുണ്ടോ? അധികൃതർ സമവായത്തിന് ശ്രമിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെയോടെയായിരുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു യുവാവിന്റെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറിയത്. സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചായിരുന്നു ഈ മെഡിക്കൽ കോളേജിന്റെ ബോർഡ് യുവാവ് മായ്ച്ചു കളഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ ഇത്തരത്തിൽ ചികിത്സ നൽകുക എന്നത് ആശുപത്രി അധികൃതരുടെ ഉത്തരവാദിത്തം എന്ന രീതിയിലും ഈ ബോർഡിൽ ഇദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിൽ മുൻപ് ചികിത്സാ പിഴവ് മൂലം മരിച്ച ബന്ധുവിന് വേണ്ടി ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന പരാതികൾ പല സ്ഥലങ്ങളിൽ നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും എന്തായാലും നടപടിയെടുക്കുവാൻ കഴിഞ്ഞില്ല. അതിനാലായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടായത്. എന്തായാലും ഈ പ്രതിഷേധിച്ച യുവാവിനെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കാരണം ഈ മാനന്തവാടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ വലിയ വീഴ്ചകളും അതോടൊപ്പം തന്നെ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങളില്ല, അതോടൊപ്പം തന്നെ ഈ മതിയായ ഡോക്ടർമാരില്ല, മരുന്നുകളില്ല. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. ഈ മുൻപും ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിലും ഈ പോൾ കൊല്ലപ്പെട്ടപ്പോഴും ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ നടപടികൾ ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഇത്തരത്തിൽ ഉറപ്പ് നൽകിയിട്ടും നിലവിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് എന്തായാലും ഇന്ന് യുവാവ് ഈ മെഡിക്കൽ കോളേജിലെത്തി വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മെഡിക്കൽ കോളേജിന്റെ പേര് മായ്ച്ചതിലൂടെ പോലീസ് ഏതെങ്കിലും രീതിയിൽ കേസെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ യുവാവിനെതിരെ? എന്തായാലും ഈ യുവാവിനെ അല്പസമയം മുൻപായിരുന്നു ഇത്തരത്തിൽ സംഭവം അരങ്ങേറിയതും ഈ യുവാവിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതും. നിലവിൽ ഈ യുവാവ് പോലീസ് സ്റ്റേഷനിലാണ്, മാനന്തവാടി പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. എന്തായാലും യുവാവിനെതിരെ കേസ് എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ ബോർഡ് മായ്ച്ചത്, പൊതുമുതൽ നശിപ്പിക്കുന്നത് അടക്കമുള്ള കുറ്റകൃത്യമായാണ് നിലവിൽ പോലീസ് കാണുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുമെന്നാണ് യുവാവ് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്കും തന്റെ ഈ ബന്ധുവിന്റെ മരണത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രിക്കും ഈ മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിനൊന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ അധികൃതർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം പ്രധാനമായി ആവശ്യപ്പെടുന്നത് ഈ മെഡിക്കൽ കോളേജിൽ കൃത്യമായ ചികിത്സ നൽകണം, അതോടൊപ്പം തന്നെ ഈ ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തണമെന്നാണ്. എന്നാൽ മാസങ്ങളായി തന്നെ ഈ മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് കട്ടപ്പുറത്താണ്. നിലവിൽ ഈ മറ്റുള്ള സ്വകാര്യ ആംബുലൻസുകളെ വിളിച്ചാണ് ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് ഈ രോഗികൾ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ ആവശ്യങ്ങളോ ചെറിയ ചികിത്സയ്ക്കായി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിയാൽ ഇവിടെ ചികിത്സിക്കാനുള്ള സൗകര്യമില്ല. അതിനാൽ തന്നെ ഒരു റെഫറൻസ് മെഡിക്കൽ കോളേജായാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് അറിയപ്പെടുന്നത്. ഇവിടെ എത്തുന്ന രോഗികളെ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതാണ് പതിവ്. അപ്പോൾ തന്നെ ഈ യുവാവ് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഈ യുവാവിന്റെ ചോദ്യം. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.